എല്ലാ അറബി മാസം തിങ്കളാഴ്ച രാവിലെ എന്റെ വീട്ടിൽ നടക്കുന്ന 17 വർഷമായി 18 വർഷമായി ഇപ്പൊ അല്പം വിപുലമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ വെച്ച് നടക്കുന്ന മജ്ലിസുൽ അഹ്ദലിയ. അഹ്ദലി സാദാത്യങ്ങളിൽപ്പെട്ട ആള് ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് മജ്ലിസുൽ അഹ്ദലിയ എന്ന് പേര് പറഞ്ഞത്. ആ മജ്ലിസുൽ അഹ്ദലിയ വലിയ ഫലമാണ്. 90% അതിലേക്ക് നേർച്ചയാക്കുന്നവർക്ക് ശരിയായ അനുഭവങ്ങൾ. 90% പ്രദേശത്തുള്ള ഒരു സഹോദരി ഓൺലൈനായിക്കൊണ്ട് നമ്മൾ ആ പരിപാടി അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. ഈ തൊട്ടടുത്ത കഴിഞ്ഞ തിങ്കളാഴ്ച ആ സഹോദരിയുടെ ഒരു ആഭരണം നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് ആ മജ്ലിസുൽ അഹ്ദലിയയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ സ്വലാത്തിന്റെ മജ്ലിസിനെ കുറിച്ച്. ആ സഹോദരി നേർച്ചയാക്കി ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിന്റെ മുമ്പ് ആ പണ്ടം കിട്ടുകയാണെങ്കിൽ സ്വലാത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കി. മാഷാ അല്ലാഹ് പിറ്റേ ദിവസം തന്നെ ആ പണ്ടം കിട്ടി. ആ സഹോദരി മജ്ലിസിൽ ഇങ്ങനെ എത്ര അനുഭവങ്ങൾ എത്ര അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്. നമ്മൾ സാധാത്യങ്ങൾ പെട്ടത് കൊണ്ടാണ് നമ്മൾ അഹ്ദലിയ മജ്ലിസ് എന്നൊക്കെ ഇട്ടിക്കണെന്നുള്ളത് മൂപ്പര് പറയുന്നുണ്ട്. മൂപ്പര് സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങളാണ്. ആയിക്കോട്ടെ, മൂപ്പര് പറഞ്ഞ കാര്യത്തില് അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% വിശ്വാസയോഗ്യമായിക്കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് നമുക്ക് പറയായിരുന്നു. 90% പറഞ്ഞില്ല. 10% ഇപ്പോഴും നടക്കുന്നില്ല. ഈ 10% എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? വന്നിട്ട് 100 ആള് പറഞ്ഞാൽ ഒരാളെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് 90, ബാക്കിയുള്ള 99 ആളീ നടക്കാതെ പാവങ്ങൾ വീണ്ടും ചെല്ലും. അതാണ് ഈ 10 ആയിട്ട് ഇവർ കണക്കാക്കുക. ആരെങ്കിലും എന്തെങ്കിലും നടന്നാൽ അത് വിളിച്ചു അറിയും. ആരും ഒന്നും നടന്നിട്ടില്ലെങ്കിൽ, ഒരു കാലത്തും നടന്നിട്ടില്ലെങ്കിൽ അതൊരു കാലത്തും ആരും അറിയാനും പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി നടക്കാതെ ഇരുന്നാലോ അത് ഇവരുടെ മജ്ലിസിന്റെ ബർക്കത്ത് കുറവൊന്നുമല്ല. അതെന്താണ്? അതുപോലെ കാലക്കെട്. അത് ചിലപ്പോൾ വേറെന്തെങ്കിലും അതിന് കുറേ കുത്തും വരയൊക്കെ ഇട്ടിട്ട് വേറെ കുറെ കണക്കുകളും പറയും. സഹോദരന്മാരെ, ഇങ്ങളത് അവിടെ പോയി പറഞ്ഞാലും നടക്കാത്തത് നടക്കൂല, പറഞ്ഞിട്ടില്ലെങ്കിലും നടക്കാത്തത് നടക്കൂല. ചിലപ്പോൾ പറഞ്ഞാലും നടക്കേണ്ടത് നടക്കും, പറഞ്ഞിട്ടില്ലെങ്കിലും നടക്കേണ്ടത് നടക്കും. നിങ്ങൾ അള്ളാഹിനോട് പറയാ. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാണ്ട് അത് ഏത് ഭൂലോകത്ത് ഏത് പിശാചിന്റെ അടുത്ത് പോയിട്ട് എന്തെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കൂല. ഇനിയിപ്പോ ഏത് ഇതല്ല ഇതിന്റെ അപ്പറുള്ളവന്റെ മറ്റാൾ പറഞ്ഞ മാതിരി മൈമാലി മൂലിയർ പറഞ്ഞ മാതിരി മുള്ളൂർക്കരെ മൂപ്പര് അപ്പറുള്ളവന്റെ അങ്ങനെ പറയുമല്ലോ. അതേപോലെ പറഞ്ഞാലും അള്ള ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നടക്കൂലെന്ന്, ഇവർക്ക് നടത്താൻ കഴിയൂലെന്ന് വെല്ലുവിളിക്കണോ. അള്ള എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അള്ള എന്താണ് ഉദ്ദേശിക്കാത്തത് എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ചില കാര്യങ്ങൾ അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ പ്രവാചകന്മാർ മുഅ്ജിസത്ത് നടത്താറുള്ളത് അത് മാത്രം ഒന്ന് തെളിവാക്കിയാൽ പോരെ. നമുക്ക് ഒന്നും വേണ്ട. ഈമാൻ കാര്യത്തില് 6ാമത്തെ കാര്യം എന്താണ്? ഖൈറു വശർരി മിനല്ലാഹി തആല. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത് ഖൈറാണെങ്കിലും അൽഹംദുലില്ലാ, ഷർറാണെങ്കിലും അൽഹംദുലില്ലാ. അല്ലാണ്ട് ഇവർക്ക് ഷർറ് തള്ളാനും കഴിയൂല, ഇവർക്ക് ഖൈറുണ്ടാക്കി തരാനും കഴിയില്ല. കാര്യം എന്താണ്? മുസ്ലിം ആണെങ്കിൽ മുഅ്മിനാണെങ്കിൽ വിശ്വസിച്ചോ പറഞ്ഞോ ഖൈറു വശർരി മിനല്ലാഹി തആല എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ 6 കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമാണ്. ആരോടാ പറയണില്ലേ? എന്താ പറയണില്ലേ? അടിപൊളി പോവാം എന്നുള്ള അവസ്ഥയാണ് ചില സമയത്തൊക്കെ ഉള്ളത്. ഏതായാലും ഇത് സംബന്ധമായിക്കൊണ്ടൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 25 കൊല്ലം ആമിനത്താത്ത കുട്ടികളെ ചോദിച്ച് പടച്ചോനോട് നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞതാ, നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ലേ എ പി ഉസ്താദ് പറഞ്ഞാണ്. എ പി ഉസ്താദ് എന്നാ കാന്തപുരല്ല, എ പി ഗ്രൂപ്പിലെ ഉസ്താദ് അബ്ദുസമദ് സഖാഫി എന്താ പറഞ്ഞത്? 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചോനോട് കുട്ടികളെ ചോദിച്ച് കിട്ടിയില്ല. എന്നെ ഉസ്താദ് പറയുന്ന അടുത്ത വാചകം അത്ര ചെതുള്ള വാചകമൊന്നുമല്ല, നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. അപ്പൊ സി എം അടവൂര് ആ ആമിനത്താത്ത ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ സി എം അടവൂര് അതിലൂടെ ഇങ്ങനെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, സി എം അടവൂരായിട്ട് ഈ കുടുംബത്തിന് ഒരു ബന്ധവുമില്ല. ഒരന്യ സ്ത്രീയോട് സി എം അടവൂര് ചോദിക്കുകയാണ്, എനിക്ക് കുട്ടിനെ വേണോ? നമ്മളെ നാട്ടിലെ കണ്ണടിച്ച് നമ്മൾ പൊട്ടിച്ചുകളില്ലേ? നിങ്ങളെ ഭാര്യ മുറ്റത്തെക്കുമ്പോ ഞാൻ അതിലോട് പോയി, കൂട്ടിയെ അമിന എനിക്ക് കുട്ടികളെ വേണോ? എന്റെ കണ്ണുണ്ടാകും മനുഷ്യന്മാരെ. ഉസ്താദ് പ്രസംഗിച്ചതാ, അതിന്റെ ക്ലിപ്പ് ഈ മൊബൈലിൽ കിടക്കുകയാണ്. ഇപ്പൊ വേണേ കേൾപ്പിച്ചു തരാൻ. നിങ്ങൾ മര്യാദ കെട്ട വർത്താനല്ല പറഞ്ഞ് എനിക്ക് ഞാൻ കുട്ടീനെ തരാൻ. അപ്പ ആമിൻതാത്ത പറഞ്ഞത്ര ഏതായാലും പടച്ചോനോട് ചോദിച്ചു കിട്ടിയില്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്ക്. അങ്ങനെ കുട്ടി ഉണ്ടായിന്ന്. അത് പ്രസംഗിക്കാനാണ് ഉസ്താദ്മാരെ നിങ്ങൾ കൊണ്ടുവരുന്നത്, ഈ പച്ച ശിർക്ക് പ്രസംഗിക്കാൻ. അതേ ഉസ്താദ് കേരള ജനതയോട് വിളിച്ചു പറഞ്ഞ കാര്യം എന്തറിയോ? ഈ ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ നിഅമത്തുണ്ടോ
എന്തൊക്കെ ഹൈറുണ്ടോ അത് മുഴുവനും നമുക്ക് നൽകുന്നത് സി എം മടവൂരാണ്. എത്ര വലിയ നന്ദികേടാണല്ലേ അത്. എന്ത് ഈ ദുനിയാവിൽ എന്തൊക്കെ ഹൈറുണ്ടോ അത് മുഴുവനും സി എം മടവൂരാണ്. ഇനി ആഖിറത്തിൽ എന്തൊക്കെ ഹൈറുണ്ടോ അത് സി എം മടവൂർ. ഞാൻ ചോദിക്കും, നല്ല കൂട്ടർ, നിങ്ങളെ മതേതാ? നിങ്ങളെ പടച്ചോനാരാ? നിങ്ങൾ നോക്ക്. ഞാനിപ്പോ ഇവിടുന്ന് ഒരു SKSF കാരനെ കാണുക വിചാരിച്ചോളൂ. നിങ്ങൾ അസ്സലാമു അലൈക്കും, ഞാൻ SKSF കാരനാട്ടോ, നിങ്ങളെ പ്രസംഗം കിടക്ക് കേൾക്കലുണ്ട്. എന്നോട് അങ്ങനെ ഒരുപാട് ആൾ പറയും. അപ്പൊ ഞാൻ ചോദിക്കണം, എങ്ങനെയുണ്ട് പടച്ചോ? അപ്പൊ അയാൾ എന്താ പറയാ? സി എം മടവൂരിന്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നു. സി എം മടവൂരിന്റെ അനുഗ്രഹം കൊണ്ട് 3 കുട്ടികളെ കിട്ടി, 3 ബെഡ്റൂമുള്ള റൂം കിട്ടി, ഒരട്ടി. ഇങ്ങനെ പറയോ? ഒരു സുന്നി പോലും പറയോ? എന്നിട്ട് മൊയ്ലിയമാരെന്താ ഈ പറയുന്നത്? നമ്മൾ സാധാരണ ഏത് മുസ്ലിം ആയിക്കോട്ടെ, മുസ്ലിം സംഘടനകൾ ആരോടോ ആയിക്കോട്ടെ, ഖാദറേ എന്തൊക്കെ വിശേഷ ഖൈറന്നല്ലേ, അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനല്ലേ പറഞ്ഞിരുന്നത്? അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? വൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്നദാബി ലശദീദ്. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 7-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ അള്ളാഹ് ചോദിക്കുകയാണ്. വൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാനത് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിച്ചാലോ ഞാൻ കഠിനമായി ശിക്ഷിക്കും. അള്ളാഹ് ഖുർആനിൽ പറയണം, സകല അനുഗ്രഹവും ഞാനാ തന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. 5-ാം അധ്യായം 3-ാമത്തെ വചനം. നിങ്ങൾക്ക് മതമാകുന്ന അനുഗ്രഹം, ദുനിയാവിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും അല്ലാഹുവാണ് ചെയ്തത്. അല്ലേ? യൂസുഫ് നബിയുടെ ദുആ എന്താ? 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് 101-ാമത്തെ വചനം. റബ്ബിക്കദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ. നോക്കൂ, അദ്ദേഹം പറയാണ്, റബ്ബിക്കദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി. നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി, നീ എനിക്ക് സ്വപ്നവ്യാഖ്യാനം നൽകി. എന്നിട്ട് എന്താ പറയണേ? അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. എനിക്ക് എല്ലാ നിയമത്തും തന്ന വലിയ രക്ഷാധികാരി ദുനിയാവിലും ആഖിറത്തിലും നീയാണ്. മൊയ്ലിയാരോ? ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ രക്ഷാധികാരിയും നമ്മുടെ നിയമത്തിന്റെ ഉടമയും ചിറ്റടി മീത്തൽ അബൂബക്കറാണ്, സീം അബൂബക്കറാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ മതം ഏതാണ്? ഖുർആനായിട്ട് നിങ്ങൾക്ക് ബന്ധമല്ല. ഖുർആനിലെ ബന്ധമുണ്ടെങ്കിൽ യൂസുഫ് നബീനെ പോലെ ആകുമായിരുന്നു നിങ്ങൾ. ഖുർആനിലെ നിയമത്തുമായി ബന്ധപ്പെട്ട ഹദീസ് മുഴുവൻ നോക്ക്, അത് മുഴുവനും അള്ളാഹ് നൽകിയെന്നല്ലേ. ഖുർആൻ അള്ളാന്റെ നിയമം. കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. ഇത് അള്ളാന്റെ ഫളിലോണ്ട് കിട്ടിയത് നിങ്ങൾക്ക് ഖുർആൻ. അള്ളാന്റെ റസൂൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. 10-ാം അധ്യായം 57, 58, 21-ാം അധ്യായം 107. എല്ലാ നിയമത്തും അള്ളാഹുവിൽ നിന്ന്. എന്നിട്ട് ഉസ്താദ് പ്രസംഗിക്കുന്ന എന്താണ്? എന്ത് നിയമത്തുണ്ടോന്നാ? എന്ത് നിയമത്തുണ്ടോ അത് മുഴുവനും. ഇതാരത്? ഇത് സി എം മടവൂർ എന്ന കുട്ടി. ഇതാരത്? സി എം മടവൂർ കെട്ടിച്ചെന്ന ഭാര്യ. ഇതാരത്? ഇത് സി എം മടവൂർ ഉണ്ടാക്കി തന്ന കെട്ടിടം. ഇങ്ങനെ ഒരു കൗമിനെ ലോകത്ത് നിങ്ങൾ മാനവ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ? അതിന്റെ പേരാണ് AP ഉസ്താദ്. ശരിക്കും മനസ്സിലായിക്കൂലേ? അതുകൊണ്ടാണ് കാന്തപുരത്തിന്റെ മതം എന്ന് 15 കൊല്ലം മുമ്പ് ആ ടൈറ്റിലിട്ട് ഞാൻ പ്രസംഗിച്ച്. കാന്തപുരത്തിന്റെ മതം. കാരണം ഈ മതത്തിന് ഖുർആനായിട്ട് ബന്ധമല്ല. ഞാനിവിടെ ഖുർആൻ എത്ര വചനം ഉദ്ധരിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം ഖുർആന്റെ അകമ്പടിയോടുകൂടിയല്ലേ പറഞ്ഞത്? വേദഗ്രന്ഥത്തിന്റെ അകമ്പടിയോടുകൂടിയല്ലേ പറഞ്ഞത്? ബൈബിൾ പറഞ്ഞപ്പോഴും വേദം പറഞ്ഞപ്പോഴും ഞാൻ അധ്യായ നമ്പർ പറഞ്ഞില്ലേ നിങ്ങളോട്? നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ഹക്കിന്റെ കൂടെ നിൽക്ക്.